മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ആമുഖമായി പഠനമുറിയിലെ പഞ്ചശീലങ്ങൾ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നതാണ് ഉത്തമം. ഇന്ന് മുറിയിൽ, നാളെ തോട്ടത്തിൽ, നാളെ കഴിഞ്ഞ് ആറ്റുറമ്പിൽ, അങ്ങനെ പോകാതെ ഒരേ സ്ഥലത്തിരിക്കുന്നതാണ് ഉചിതം. നമ്മുടെ മാനസിക പ്രക്രിയയല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പം അന്തരീക്ഷമൊക്കെ ഒന്ന് വീക്ഷിച്ച് ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ പഠന സ്ഥലമായിട്ട് മാറുക വളരെ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്, പ്രഭാതമാണ് പഠിക്കാൻ ഏറ്റവും പറ്റിയ ടൈം. ഫ്രഷ് ടൈമാണ്. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് എളുപ്പമുണ്ടാകും. ആ സമയമാണ് ഏറ്റവും നല്ല സമയം. ചിലർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ബുദ്ധിയും മനസ്സും ശരീരവും എല്ലാം നല്ല ഫ്രഷായിരിക്കുന്ന ഒരു ടൈമാണ്. ആ സമയം വളരെ നല്ലതാണ് എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, പുസ്തകങ്ങളും മറ്റും മേശപ്പുറത്ത് വലിച്ചു വാരിയിടരുത്, അടുക്കി വെക്കുക. പഠനത്തെ ബാധിക്കുന്നതാണ്. കാരണം ക്രമമില്ലാതെ പോയാൽ എല്ലാം വലിച്ചു വാരിയിട്ട് എല്ലാം ഒരു കുത്ത് അഴിഞ്ഞതുപോലെയാകും. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 27 വരെ വാക്യങ്ങളിൽ പിശാചു ബാധിതനെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറഞ്ഞത്? യാതൊരു ക്രമവുമില്ല, ആരുടെയും പിടി നിൽക്കത്തില്ല. പിശാചിൻ്റെ വേഷവിധാനങ്ങൾ എല്ലാം വളരെ മോശമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക. ഞാൻ പറയാൻ കാരണം, എല്ലാത്തിനും ഒരു ക്രമം ആവശ്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുറി ഭംഗിയായിരിക്കുന്നു, ക്രമമായിരിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, അത് പഠിക്കാൻ എളുപ്പമാണ്. അതുപോലെ പഠനത്തിനൊരു ക്രമം ആവശ്യമാണ്. ചിലർക്ക് യാതൊരു ടൈം ടേബിളും ഇല്ല, ഇഷ്ടമുള്ള വിഷയം ഇരുന്ന് വായിക്കും, മറ്റത് വായിക്കത്തേയില്ല. ഞാൻ എപ്പോഴും പറയും, ടൈം ടേബിൾ ഇൻ ദ ടൈം ടേബിൾ. മൊത്തം കിട്ടുന്ന ഒരു സമയമുണ്ട്, അതിനകത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കണം. വേറെ ആരും അറിയണ്ട, നമ്മൾ മനസ്സിലാക്കി ഏറ്റവും വിഷമമുള്ള ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇച്ചിരി കൂടുതൽ സമയം കൊടുക്കണം. അങ്ങനെ ഒരു ക്രമം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്, വെളിച്ചം ക്രമീകരിക്കുക. പുറകിൽ നിന്നുള്ള പ്രകാശമാണെങ്കിൽ കൂടുതൽ നല്ലത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന, മുൻപിൽ ലൈറ്റിട്ട് കണ്ണുകളിലേക്ക് അടിക്കുന്നത് നല്ലത്. പ്രകാശം വേണം നന്നായിട്ട്, പക്ഷേ അത് പുറകിൽ നിന്നുള്ളതാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ഷെയ്ഡ് വരാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണുകളിലേക്കത് നേരെ അടിക്കാതിരിക്കുന്നത് അത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മളെ ക്ഷീണിതനാക്കും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. അഞ്ചാമത്, മറ്റുള്ളവർ അടുത്തുണ്ടെങ്കിൽ വലിയ ഉച്ചത്തിൽ വായിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരെന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവാണ് വീട്ടിൽ എങ്കിൽ നമ്മളിവിടെ ഉച്ചത്തിൽ വായിച്ച് അസ്വസ്ഥപ്പെടുത്തണ്ട. ചിലപ്പോൾ നമ്മളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ അറിയട്ടെ എന്ന് വിചാരിച്ചൊക്കെ വായിക്കുക, അതുകൊണ്ട് ഫലമില്ല. ഇനി ആരുമില്ലാത്തൊരു പ്രത്യേക സിറ്റുവേഷനാണെങ്കിൽ ഉച്ചത്തിൽ വായിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കേൾക്കാനും നമ്മുടെ മനസ്സിലേക്ക് അത് പതിയാനും നന്മയാണ്. മറ്റുള്ളവരില്ലെങ്കിൽ അതങ്ങനെ ഉറക്കെ വായിക്കരുത്. അവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വായിക്കുന്നത് കൂടുതൽ ഉചിതമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ പഞ്ചശീലങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ചമ്പക്കരയിൽ നിന്നും സോഫിയ എന്ന വീട്ടമ്മ എഴുതുന്നതാണ്. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ കത്തെഴുതുന്നത് ഗൾഫിൽ നിന്നാണ്. ഞാൻ നേഴ്സാണ്. എൻ്റെ ഭർത്താവും ഗൾഫിലായിരുന്നു. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും സ്ഥിരം വിളിച്ച് നാട്ടിൽ വരുത്തി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, അവരും നാട്ടിലാണ്. ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടമില്ല. എൻ്റെ വീട്ടിൽ ചെന്ന് ഷെയർ ചോദിക്കണമെന്ന് അവർ പറയുന്നു. എൻ്റെ മാതാപിതാക്കൾ വാർദ്ധക്യ പ്രശ്നങ്ങളാൽ ക്ഷീണിതരാണ്. അവരോട് ഷെയർ ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നാട്ടിലുള്ള അവസരത്തിൽ TV വെച്ചാൽ അപ്പൻ ഓഫാക്കും. ഞങ്ങൾ ഒന്നിച്ച് യാത്രയ്ക്ക് പോകുന്നതും അവർക്കിഷ്ടമില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും? ആവശ്യമായ മറുപടി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സോഫിയയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിന് ജോലികളുണ്ട്,
നാട്ടിൽ വരുത്തിയതിൽ, ജോലിയെല്ലാം കളഞ്ഞ് നാട്ടിൽ വരുത്തിയതിൽ സോഫിയ വളരെയേറെ വിഷമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് സോഫിയയെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതിന് മനസ്സിൽ ചില തെളിവുകൾ സോഫിയയ്ക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഏതായാലും കാരണം അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മൾ ഇതിനെ പോസിറ്റീവായി കണ്ട് പരിഹാരത്തിലേക്ക് കിടക്കണമെന്നാണ് എനിക്ക് സോഫിയയോട് പറയാനുള്ളത്. ഞാനതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത്, മക്കൾ രണ്ടും നാട്ടിലുള്ളത് കൊണ്ട് അപ്പൻ ഇവിടെ ഉള്ളത് ഒരു നന്മയാണ്. കാരണം അമ്മയുടെ സാന്നിധ്യം കിട്ടുന്നില്ല എങ്കിലും അപ്പൻ്റെ സാന്നിധ്യമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്മ ഞാനതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, അവരുടെ പരിശീലനത്തിന് വളരെ നല്ലതാണ് അപ്പൻ്റെ സാന്നിധ്യം കിട്ടുന്നത്. കാര്യം അപ്പനും അമ്മയും കൂടെ നിർബന്ധിച്ച് സ്ഥിരം വിളിച്ച് വരുത്തിയതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഒരു നന്മ അതിനകത്തുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ദൈവപരിപാലനയായിട്ടത് കാണുക. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായിട്ട് കരുതുക. തോബിത്ത് 10:12 സോഫിയ വായിക്കണം. അവിടെ പറയുന്നുണ്ട്, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവരാണ് മാതാപിതാക്കളെന്ന് ഓർക്കുക. അവരുടെ കുറവുകളോടെ അവരെ സ്വീകരിച്ച് സ്നേഹിക്കുക. പിന്നെ വീട്ടിൽ ചെന്ന് ഷെയർ ചോദിക്കണമെന്നില്ല, കാരണം അവർ ക്ഷീണിതരാണ്, ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹസമയം ഷെയർ നൽകുന്നതാണ് നമ്മുടെ പൊതുവായ പാരമ്പര്യം. അത് നൽകിയെങ്കിൽ പിന്നീട് ചോദിച്ചു പോകേണ്ടതില്ല. തന്നാൽ മേടിക്കുക. സുഭാഷിതം 28:24 പറയുന്നത് പോലെ പിടിച്ചു പറിക്കരുത് എന്നാണ് പറയുക. വിവാഹസമയം ഷെയർ തന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ഷെയറിന് മകൾക്കും അവകാശമുണ്ട്. അത് ശാന്തമായിട്ട് മകൾ തന്നെ ചോദിക്കുന്ന തടസ്സമില്ല. നല്ല നേരം നോക്കി ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ TV വെച്ചാൽ ഓഫ് ആക്കുന്നത് വലിയ പ്രശ്നമായി എടുക്കാതെ അവരെ സ്നേഹിക്കുക, പരിഗണിക്കുക. അപ്പോൾ തിരിച്ചു കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയും, കണ്ണാടിയിൽ ചിരിക്കുന്ന മുഖം കാണാൻ നമ്മൾ ആദ്യം ചിരിക്കുക. അതുകൊണ്ട് സ്നേഹിച്ച് സ്നേഹം സ്വീകരിക്കുക. അപ്പോൾ എല്ലാം ശരിയാകും. തീർച്ചയായിട്ടും സോഫിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിമ്മി എന്ത് പറയുന്നു ഇതേപ്പറ്റി? പറയുന്നത്, ഇവൾ നേഴ്സാണ്. അപ്പം നേഴ്സ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അവൾ ശമ്പളമൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് അവളെ കാര്യമായിട്ട് നോക്കണമെന്നായിരിക്കും ഒരുപക്ഷെ അവൾ കരുതുന്നത്. പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന, ഗൾഫിൽ നിന്നാണ്, ഞാൻ നേഴ്സാണെന്ന് പറയുന്നത്. അപ്പം ഭർത്താവ് ഇനി പോകുന്നതിൽ അവൾക്ക് സങ്കടമുണ്ട്. ഭർത്താവും ഭാര്യയും ഒന്നിച്ചായിരിക്കുന്നത് നല്ലത്. പക്ഷേ മക്കൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ നാട്ടിലായിരുന്നാൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലായി. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾ എത്ര ശ്രദ്ധിച്ചാലും മക്കൾ ശരിയാകണമെന്നില്ല. അപ്പം മാതാവിൻ്റെ സാന്നിധ്യമാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഇപ്പം നേഴ്സായിരിക്കുന്ന സമയത്ത് അവൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നതായിരിക്കുന്നില്ല. ഇവർക്ക് ഒരുപക്ഷെ ഇവനവിടെ ജോലി ഇല്ലാതെ തിരിച്ചു പോകുന്നതായിരിക്കാം. അത് നമുക്ക് വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പം ഭർത്താവ് സ്നേഹമില്ലെന്നൊന്നും പറയുന്നില്ല, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല. അപ്പം ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളം, അവളുടെ കാര്യത്തിൽ അവളുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ടെങ്കിൽ അവൾ അതിൽ സന്തോഷിക്കുക. ഈ മാതാപിതാക്കളെ ഇവൾ നന്നായിട്ട് സ്നേഹിക്കുക. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് യാത്രയ്ക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോവുക. അവരതിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ യാത്രയൊക്കെ പോയിട്ട് വരുമ്പം മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അവർക്ക് സന്തോഷിക്കത്തക്ക ഇതിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ സന്തോഷിക്കുമായിരിക്കും. പിന്നെ ഇവളോട് സ്നേഹമില്ലെന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം ഒരുപക്ഷെ ഇവളുടെ വീട്ടിലെ ഷെയർ മേടിച്ചുകൊണ്ട് വരാത്തതാണോ എന്നറിയത്തില്ല. മാതാപിതാക്കൾ ഈ ഷെയർ മേടിച്ചാലും അവർക്കെന്ത് ഉപകാരം? അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എങ്കിലും അത് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സമ്പത്ത് എത്ര പിടിച്ചു പറിച്ച് ഉണ്ടാക്കിയാലും അതൊന്നും നമുക്ക് പ്രയോജനപ്പെടണമെന്നില്ല. അപ്പം നമ്മൾ ആ പ്രായമായ അവളുടെ സ്വന്തം മാതാപിതാക്കളെയും പരിഗണിക്കുക, അവരെയും വേണ്ടത്ര ശ്രദ്ധിക്കുക. പക്ഷേ അവരുടെ ഷെയർ എന്ന് ചോദിക്കാതിരിക്കുക. ഈ മാതാപിതാക്കളെ അവൾ നന്നായിട്ട് സ്നേഹിച്ച് പരിപാലിച്ചുകൊണ്ടുവരിക. TV ഒക്കെ ഓഫാക്കുന്നത് നമ്മൾക്കതൊന്നും കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. TV അവൾ സൗദിയിൽ അല്ലെങ്കിൽ ഗൾഫിൽ പോകുമ്പോൾ അവിടെ TV കണ്ടോട്ടെ. ഇവിടെ അവൾ വരുമ്പം അതൊന്ന് സഫർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അവളുടെ ഈ സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും മക്കളെയും
ഭർത്താവിനെയൊക്കെ ശുശ്രൂഷിച്ച് സ്നേഹിച്ചു പോവുകയാണെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ കൂടുതൽ സ്നേഹം കൊടുത്ത് മാതാപിതാക്കളെ നേടണം എന്നുള്ള ചിന്തയാണ് പ്രധാനമായിട്ടും. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിച്ച് സ്നേഹിക്കുക. നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുക. അപ്പം ഇത്രയൊക്കെ ആണെങ്കിലും മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കും. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കത്തില്ല. എന്താ പറയാനുള്ളത്? എന്നതെ ഈ സോഫിയയുടെ ആ താല്പര്യം നല്ലതാണ്. കാരണം ശാലോമിലൂടെ ഒരു അഭിപ്രായം കിട്ടുക, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉൾക്കൊള്ളാനൊരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓർക്കുമ്പം സോഫിയയെ നമ്മൾ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. മറിച്ച് ഇവിടെ പറഞ്ഞതിനകത്തുനിന്ന് ഒരു കാര്യം, സോഫിയയുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഈ മാതാപിതാക്കളാണ് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അവരിലുണ്ട്. അവരാ ചെയ്യുന്നതിൽ സോഫിയ അതിൽ നിന്ന് ഒരു കമൻറ്റ് പോലും അവരങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ഒരു സന്തോഷത്തോടെ അത് പറഞ്ഞിട്ടില്ല. കാരണം ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ആ മാതാപിതാക്കൾ സോഫിയ കാശ് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവരെടുക്കുന്ന പെയിൻ കുറച്ചൊന്നുമല്ല. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ മാതാപിതാക്കളെ കൈവെള്ളയെ കൊണ്ട് നടക്കാനുള്ളൊരു സ്നേഹം സോഫിയയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്നു, വളർത്തുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയ ദൗത്യം തന്നെ. ഈ പ്രായമായ മാതാപിതാക്കൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഇനി ഹസ്ബൻഡിനെ അവർ വിളിച്ച് നാട്ടിൽ വരുത്തി എന്ന് പറയുന്നത്, ഞാൻ സോഫിയയോട്, പ്രിയപ്പെട്ട സഹോദരിയോട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു സ്നേഹിതൻ്റെ 2 കുഞ്ഞുങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അവർ 2 പേരും വിദേശത്താണ്. വല്യപ്പനും വല്യമ്മയെ ഏൽപ്പിച്ചിട്ട് അവർ പോയതാണ്. ഈ വല്യപ്പനും വല്യമ്മയും അവരെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ഒരിക്കലും സ്കൂളിൽ പോയ ഒരു കുട്ടി തെങ്ങ് കയറി പോകുന്നതിൻ്റെ പടമെടുത്തിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവന് സെൻഡ് ചെയ്തു. സ്കൂളിൽ പോയ കൊച്ചൻ ബാഗ് താഴെ വെച്ചിട്ട് തെങ്ങ് കയറിയതാ ഇവൻ അപ്പനും അമ്മയും സൗദിയിലിരുന്ന് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകപ്പാടെ പ്രശ്നമായി. അവരിൽ ഒരാൾ രാജിവെച്ച് നാട്ടിൽ പോന്നു. കാരണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിന് ഈ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയാൽ നമ്മൾ എത്ര അവിടെ കൊണ്ടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് സോഫിയ പോസിറ്റീവായിട്ടുള്ളത് കാണാൻ പറ്റണം. അവൻ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ വന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇത് കുറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ദോഷമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കും എനിക്ക് പറയാനുള്ള, സോഫിയ അത്യാവശ്യം ജീവിക്കാനുണ്ടെങ്കിൽ സോഫിയ അവിടെ നാട്ടിൽ പോരുന്നതായിരിക്കും കുറേ കൂടെ നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാനും കുറേ നാൾ ഗൾഫിലുണ്ടായിരുന്നതാണ്. ഫാമിലി വിസയിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പം എല്ലാം വിട്ടിട്ട് ഞങ്ങൾ നാട്ടിൽ പോന്നു. കാരണം കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് മാതാപിതാക്കളുടെ, അന്ന് മാതാപിതാക്കളുണ്ട് എൻ്റെ കൂടെയുണ്ട്, അവരുടെ ചില സംരക്ഷണത്തിന് നമ്മൾ ആവശ്യമാണെന്ന് അവർ എൻ്റെ വൈഫിനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞ കാര്യം ഇതാ, ഒന്നുകിൽ ഞങ്ങൾ ഒന്നിച്ച് അവിടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ, അതിലേതാണെന്ന് വെച്ചാൽ അച്ചാച്ചൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മോനെ നീ ഇവിടെ പോന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. 6 മാസത്തിനകം ഞാൻ കട്ടയും പടവും മുടക്കി നാട്ടിൽ പോന്നു. കാരണം ഇന്ന് അതുകൊണ്ട് എനിക്ക് ദൈവം ഒരു ദോഷവും വരുത്തിയിട്ടില്ല. ഗൾഫിലുള്ളതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ ഇന്നും ജീവിക്കുന്നു. അപ്പം ഞാൻ സോഫിയയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പണം കൊണ്ടെല്ലാം ആയി എന്ന് വിചാരിക്കേണ്ട. പണം വേണം നമുക്ക് ജീവിക്കാൻ. അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ അധ്വാനിച്ചാലും ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരും. നമ്മളെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അത് ദൈവം തരും. ആ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്താനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളിൽ നിക്ഷിപ്തമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. അതിന് പകരം പണം അതിന് പകരമാകത്തില്ല. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ശക്തമായ ഇടപെടലുകളും കണ്ണിൽ എണ്ണ ഒഴിച്ചു കുഞ്ഞുങ്ങളെ നോക്കിയില്ലെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ അത് ക്ലിയറാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഷെയർ ചോദിക്കാൻ പറഞ്ഞതിനെ പറ്റി പറഞ്ഞതിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളുടെ 2 പേരുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുക. അച്ഛൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു, ഷെയർ വിവാഹാവസരത്തിൽ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്ത്രീധനം എന്ന് പറയുന്നത് അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീധനം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് അവരുടെ ഷെയർ. എല്ലാ മാതാപിതാക്കളും അവർക്കുള്ളതിൽ മെച്ചമായിട്ട് മോക്ക് കൊടുത്തു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ അവസരത്തിൽ കൊടുത്ത് കാണും. ഇനി കൊടുത്തിട്ടില്ല എങ്കിൽ അത് അവളുടെ ഷെയർ അവിടെ കിടക്കും, ആരും എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ. ഇപ്പോൾ ആ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അത് വേർച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകത്തില്ല. അതുകൊണ്ട് സോഫിയയുടെ ആ ഒരു ഡിസിഷൻ തന്നെ നല്ലത്. ശാന്തമായിട്ട് നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പേരിൽ കലഹം ഉണ്ടാക്കാത്ത വിധത്തിൽ
തന്മയത്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. മറ്റേ മാതാപിതാക്കളെ വേദനിപ്പിക്കണ്ട. ഷെയർ ചോദിച്ചു. അപ്പോൾ നമുക്ക് സോഫിയയോട് പറയാനുള്ളത് പ്രധാനമായിട്ടും പോസിറ്റീവായിട്ട് കാര്യങ്ങളെടുത്ത് സ്നേഹിച്ച് സ്വന്തമാക്കുക. കുഞ്ഞുങ്ങളെ നോക്കുന്ന വലിയ കാര്യം മാതാപിതാക്കൾ ചെയ്യുന്നതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലോർത്ത് ആദരിച്ച് അവരെ സ്നേഹിക്കുക. ഷെയർ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കത്തിലേക്ക് കിടന്നാലോ? രണ്ടാമത്തെ കത്ത് ചമ്പക്കുളത്ത് നിന്നും വത്സമ്മയാണ് എഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് വക്കച്ചൻ. ഞങ്ങളുടെ പ്രശ്നം, ഭർത്താവ് എന്നെ എല്ലാ കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യും. എവിടെ പോയാലും എന്നോട് പറയുകയില്ല. ഫോൺ വിളികൾ രഹസ്യമായിട്ടാണ്. ഞാൻ കേൾക്കാതെ ദൂരെ മാറി നിന്ന് ആരോടോ സംസാരിക്കാറുണ്ട്. എന്നോടൊന്നും മിണ്ടുകയില്ല. അരിശം വരുമ്പോൾ എന്നെ ഉപദ്രവിക്കാറുണ്ട്. ഒരു കാര്യവും ഷെയർ ചെയ്യില്ല. വർഷങ്ങളായി ഞങ്ങൾ 2 മുറികളിലാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന് പ്രാർത്ഥനയിൽ വലിയ താല്പര്യമാണ്. പള്ളിയിൽ പോകും, പൊതുപ്രവർത്തനങ്ങളുണ്ട്. ഒന്നിച്ചിരുന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. കാര്യമായ ദുശീലങ്ങളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. ഓക്കെ, തത്സമയം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭാര്യയെ അവഗണിക്കുന്നത് പൊതുവേ ഒരു ഭാര്യയ്ക്കും സ്വീകാര്യമാകാറില്ല. അവളെ പരിഗണിക്കണം. പലപ്പോഴും ഭർത്താക്കന്മാരിപ്പം ടോമസ് ചിലപ്പോൾ പറയും വേറെ ദുശീലമൊന്നും ഇല്ലല്ലോ. ദുശീലം ഇല്ലെന്നുള്ളതല്ല, സ്ത്രീകളെപ്പോഴും പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇവിടെയും പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അവൾക്ക് അറിയാത്തതുകൊണ്ട് ഒന്നും വേണ്ട. ഇപ്പം അവൾക്ക് അറിയാൻ മേലാത്തൊന്നും എനിക്ക് വേണ്ട എന്ന് വെക്കണം എന്ന് ഞാൻ പറയും. രഹസ്യങ്ങൾ വേണ്ട. ഭർത്താവും ഭാര്യയല്ലേ. അപ്പോൾ അവരൊക്കെ ഒരു തുറന്ന പുസ്തകമായിട്ട് 2 പേരും മാറണം എന്നാണ് പറയാനുള്ളത്. ഭർത്താവിന് അറിയാൻ മേലാത്തൊന്നും ഭാര്യയ്ക്കും വേണ്ട, ഭാര്യയ്ക്ക് അറിയാൻ മേലാത്തൊന്നും ഭർത്താവിനും വേണ്ട. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അങ്ങേറ്റത്തെ ഒരു ഐക്യം, ലയം എന്ന പദമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇനിയും ഭാര്യയെ ഉപദ്രവിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാകില്ല. വക്കച്ചൻ പ്രാർത്ഥനയിൽ തൽപരനും ദുശ്ശീലങ്ങളില്ലാത്തവനുമായതിനാൽ സന്തോഷമാണ്. എന്നാൽ ഈ പ്രാർത്ഥനാനുഭവം കുടുംബത്തിൽ ജീവിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ബന്ധമാണ്. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നിർവചനങ്ങളുണ്ടെങ്കിലും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമായിട്ട് ഞാൻ കാണുന്നത് പ്രെയർ ഈസ് എ റിലേഷൻഷിപ്പ്. പ്രാർത്ഥന ഒരു ബന്ധമാണ്. ബന്ധത്തിന് ഉപകരിക്കാത്തതൊന്നും പ്രാർത്ഥനയല്ല ശരിക്കും എന്ന് ഞാൻ പറയും. അതുകൊണ്ട് കുടുംബ ബന്ധം ദൈവം തന്നതാണ്. അത് ശരിയാക്കേണ്ടത് വലിയ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ വത്സമ്മയാണ് കത്തെഴുതിയത്. ഇവിടെ വത്സമ്മയോട് എനിക്ക് പറയാനുള്ളത്, വത്സമ്മ സ്നേഹം കൊണ്ട് അയാളെ നേടണം എന്ന് തന്നെയാണ്. 1 പത്രോസ് 3:1 മുതൽ 2 വരെ പറയുന്ന പോലെ പെരുമാറ്റം, ഇടപെടൽ, സ്നേഹം കൊണ്ട് ഭാര്യമാർ അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കണം എന്നുള്ള ആ വചനം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം വഴി അത് സാധ്യമാകുമെന്നാണ് പത്രോസ്ലീഹയുടെ വാക്കുകൾ. ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥന എത്രയും വേഗം തുടങ്ങും. ഞാൻ പ്രത്യേക സമയമൊന്നും ഇനി നോക്കണ്ട. ഏത് സമയമാണ് 2 പേരും കൂടെ ഒരുമിച്ച് ആ ടൈം ഫിക്സ് ചെയ്യണം. അത് താല്പര്യമെടുത്ത് അതിനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് ഈ വത്സമ്മയോട് പറയാനുള്ളത്. അദ്ദേഹമായിട്ടൊന്ന് ആലോചിക്കുക. നമുക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ആ സമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അത് മുടക്കരുത്. പ്രാർത്ഥനയിൽ താല്പര്യമുള്ള അദ്ദേഹം അതിനൊരിക്കലും എതിർക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വളരെ പ്രാർത്ഥന താല്പര്യമുള്ള മനുഷ്യനായിട്ടാണല്ലോ ഭർത്താവിനെ അവതരിപ്പിച്ചിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരുമിച്ച് കിടക്കണം. ആ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. നാളത്തേക്ക് മാറ്റരുത്. ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങൾ തന്നെ അങ്ങനെ തീരുമാനം എടുക്കണം. സഭാപ്രസംഗകൻ 4:9 മുതൽ 12 വരെ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടും. സ്നേഹത്തിൻ്റെ ചൂട് കിട്ടണമോ ഒരുമിച്ച് കിടക്കണം. അതുകൊണ്ട് അത് വളരെ ആവശ്യമാണ്. ഉപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. ഉപ്പിരിച്ചരട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി ഭർത്താവും ഭാര്യയും ദൈവവും ഒന്നിച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ ഞാൻ പറയും, ഒരു മാരേജ് കൗൺസിലിംഗ് നല്ലതാണ്. പ്രേരിപ്പിക്കുക.
അദ്ദേഹം പ്രാർത്ഥനയിലൊക്കെ തൽപരനായതുകൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഏതായാലും ഈ 2 കാര്യങ്ങൾ വത്സമ്മ ഇനിഷ്യേറ്റീവ് എടുക്കണം. 1 കുടുംബ പ്രാർത്ഥന, 2 ബെഡ്റൂം ഒന്നാക്കണം. അതിന് എന്തൊക്കെയാണ് തടസ്സം അതൊക്കെ മാറ്റി ഒന്നിച്ച് പറഞ്ഞാൽ സ്വീകരിക്കും. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. ടോമിച്ചൻ എന്ന് പറയുന്നത് ഇതേപ്പറ്റി? അതിനകത്ത് പ്രത്യേകിച്ച് ആദ്യം എന്നെ കത്ത് വായിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നിയത് ഞങ്ങളുടെ നാട്ടുകാരാണല്ലോ എന്നുള്ളതാണ്. ചമ്പകളാണ് ആളാരാ നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ചമ്പക്കുളം ഒരു നല്ല ആധ്യാത്മികതയുള്ള വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വലിയ ഗൗരവമുള്ള വിഷയമല്ല. കാരണം പ്രത്യേകിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ തൽപരനാണ്. പിന്നെ ഈ ഫോൺ ചെയ്യുന്നതിനകത്ത് രഹസ്യാത്മകത എന്ന് പറയുന്നത് ഒരു സംശയത്തിൻ്റെ നിഴൽ പോലെ അതിനകത്ത് സൂചനയുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകുമ്പോൾ അരുതാത്ത ബന്ധങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 2, അദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് വത്സമ്മ ആ നിർബന്ധം പിടിച്ചിട്ടോ വല്ല സ്നേഹത്തോടെ കൂടിക്കൊണ്ടോ ഈ കൗൺസിലിങ് കാണാൻ അദ്ദേഹത്തെ കൂടെ പ്രേരിപ്പിച്ചാൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വത്സമ്മ അതിനകത്ത് ചെയ്യാനുള്ളത്, 1 ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്താതെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് മുൻകൈ എടുക്കണം. മുൻകൈ എടുത്താൽ എന്ത് തോന്നും എന്ന് ഭാരമേ വേണ്ട. ദൈവം ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പകരക്കാരായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ്. അതുകൊണ്ട് അവിടെ സ്നേഹവും ജീവനും പങ്കുവെക്കുന്നവരാണ് നമ്മൾ. ആ ബോധ്യം നമുക്ക് പ്രാർത്ഥിക്കുന്ന മനുഷ്യനില്ലേ അദ്ദേഹത്തോട് കൊടുത്തുകൊണ്ട് സഹകരിപ്പിക്കണം. അവിടെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടാകത്തുള്ളൂ. അത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഈ വക്കച്ചൻ ഇത് കാണുകയാണെങ്കിലേ വക്കച്ചനോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള കുറവോ പോരായ്മകളോ അവളിലുണ്ടെങ്കിൽ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയാക്കി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടുന്നതിന് വേണ്ടിയാണ് അവളെ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവളിലുള്ള പോരായ്മകളെ കറക്റ്റ് ചെയ്ത് കഴുകിയെടുത്ത് വിശുദ്ധീകരിച്ച് അവളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് പോകണം. ഒരു കാരണവശാലും രഹസ്യാത്മകത അച്ഛൻ പറഞ്ഞ് ഞാൻ അടിവരയിട്ട് പറയുക, കുടുംബത്തിൽ സപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഒന്നാണെന്നാണ് ഈശോ പറഞ്ഞത്. ഒന്നായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. അവിടെ സപ്പറേഷൻ വേണ്ട. എല്ലാം ഓപ്പൺ. എനിക്കറിയാൻ മേലാത്തൊന്നും അവളൊക്കെ അറിയണ്ട, അവളറിയില്ല, അവർക്കറിയാൻ മേലാത്തൊന്നും എനിക്കുണ്ടാകരുത്. ആ ഒരു ബോധ്യത്തിൽ പരസ്പരം പങ്കുവെക്കുന്നവരായി തീരാനായിട്ട് ശ്രദ്ധിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞു, ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പം വത്സമ്മ കൂടെ ചെന്നിരിക്കണമെന്നേ. ഞാൻ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിക്കണ്ട, കൂടെ ചെന്നിരുന്നങ്ങ് പ്രാർത്ഥനയങ്ങ് തുടരണം. അവർ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നെ തന്നെയും കൂട്ടിക്കോളും. അപ്പം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധം പിടിക്കുക. അത് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പം പോയിരുന്ന് പ്രാർത്ഥിക്കണം കൂടെ. അപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാലും മുപ്പിരിച്ചേറാ. അപ്പം മുപ്പിരിച്ചേറാണ്, ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോക്കോ, ദൈവം അനുഗ്രഹപ്രദമായിട്ടുള്ള ജീവിതം തന്നോളും. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് ഉറപ്പോടുകൂടി. മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിലൂടെ നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ വക്കച്ചനും തൻ്റെ പ്രാർത്ഥനാനുഭവം ഈ സ്നേഹബന്ധത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ്. നിമിക്കെന്ന് പറയാൻ, വിവാഹ ജീവിതത്തിൽ പരസ്പരം പങ്കുവയ്ക്കണം. വിവാഹം എന്ന് പറയുന്ന 2 വ്യക്തിത്വങ്ങൾ സമ്മേളിക്കുന്നതാണ്. അങ്ങനെയാണ് ഒരു കുടുംബമാകുന്നത്. അപ്പം കുടുംബജീവിതക്കാരോട് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, എല്ലാം കാണണം, പക്ഷേ അത് പലത് കണ്ടില്ലെന്ന് വെക്കുകയും വേണം, ചിലത് മാത്രം തിരുത്താനും പോകണം. അപ്പോൾ ഇവിടെ ഇവക്ക് ഫോൺ വിളിക്കുന്നത് ഇവൾ കാണുന്നുണ്ട്, അവൾ കണ്ടോട്ടെ, പക്ഷേ അത് കണ്ടിട്ടത് എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുക. പക്ഷേ തിരുത്താൻ ചിലപ്പോൾ നടന്നെന്ന് വരികയില്ല. അപ്പം ഇവർ രണ്ടുപേരും 2 മുറികളിലാണ് കിടക്കുന്നത്. അപ്പം 2 മുറികളിൽ കിടക്കാതെ ഒന്നിച്ച് കിടക്കാൻ പരിശ്രമിക്കുക, ഒന്നിച്ച് കിടക്കണം. ഇദ്ദേഹം പ്രാർത്ഥനയിൽ തൽപരനാണെന്നേ പറയുന്നുള്ളൂ. പ്രാർത്ഥിക്കുന്നത് ഇവൾ കാണാറില്ലായിരിക്കും. പ്രാർത്ഥനയിൽ താല്പര്യം പറയുന്നുണ്ട്, അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രാർത്ഥനയിൽ വലിയ താല്പര്യമാണ്. പള്ളിയിൽ പോകും, പൊതുപ്രവർത്തനങ്ങളുണ്ട്, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനയിൽ തൽപരനാണ്. പൊതുപ്രവർത്തനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ഫോൺ വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും
അവൾക്ക് ആ ഫോൺ വിളിക്കുന്നതിനോട് സംശയമുണ്ട്. അപ്പോൾ അവളുടെ വിചാരം വേറെ എന്തോ ആരോടൊക്കെ സംസാരിക്കുന്നു, അവളോട് പറയുന്നില്ല, മാറി നിന്ന് സംസാരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ അവളെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവഗണന ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല. അവളെ പരിഗണിച്ചുകൊണ്ട് അവരുമായിട്ട് ഒന്നിച്ച് സഹകരിക്കുക, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ താല്പര്യമുള്ള ആൾ കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പം ആ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അപ്പോൾ അവൾ ഭർത്താവിനെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യം വെച്ച് കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കും. അങ്ങനെ അവർക്ക് പ്രാർത്ഥനയിൽ സംബന്ധിച്ച് കൂടുതൽ നന്മയുടെ വഴിയിലൂടെ പരസ്പരം സഹകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും, പരിശ്രമിക്കുക എന്നുള്ള ചിന്തയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വത്സമ്മയല്ലേ, വത്സമ്മയുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നല്ല ഭർത്താവാണ്. അദ്ദേഹത്തെ നേടിയെടുക്കുകയും പ്രാർത്ഥനയ്ക്കുള്ള ആളായതുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ബലിയർപ്പിച്ച് തമ്പുരാന് വേണ്ടി അദ്ദേഹത്തെ നേടുക. തീർച്ചയായിട്ടും അദ്ദേഹം സഹകരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ബെഡ്റൂം ഒന്നാക്കണം എന്നുള്ള കാര്യം കൂടെ അച്ഛൻ ഇൻസിസ്റ്റ് ചെയ്ത് പറയുകയാണ്. സാധിക്കുമെങ്കിൽ ഒരു മാരേജ് കൗൺസിലിംഗ് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഈ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾ അങ്ങറിയുന്നല്ലോ. ഈ നിമിഷം തന്നെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അങ്ങയുടെ സൗഖ്യദായക സ്പർശനം നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ 2 കുടുംബങ്ങളെ പ്രത്യേകമൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ മാറി ഏറെ സന്തോഷത്തോടു കൂടി സാക്ഷ്യമായി മാറുവാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.